പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കോടതി മുറ്റത്തിൽ നിന്ന് വിക്രത്തെ ജയിലിലേക്കും വേദ എങ്ങോട്ടോ എല്ലാവരും നിന്ന് ഓടി ഒളിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇനി കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പിരിയുകയാണ്. രണ്ടുപേരും ഭയങ്കര സങ്കടത്തോടെയാണ് പിരിയുന്നത്. ഇനി എന്നെങ്കിലും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ വേദ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടി ഒളിക്കുകയാണ് വിക്രം ജയിലിലേക്കും. അതിനുശേഷം കാണിക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ്. പുതിയ 2 ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്. തരുൺ എന്ന പോലീസുകാരനും ഭാര്യയും. അവർ രണ്ടുപേരും കൂടെ പർച്ചേസിനായിട്ട് വരികയാണ്. അപ്പം അവിടെ വരുമ്പോൾ എസ്കോർട്ടായിട്ട് പോലീസ് ജീപ്പും പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പം തരുണിൻ്റെ ഭാര്യ രാധിക ചോദിക്കുന്നുണ്ട്, എന്താ തരുണേട്ടാ എപ്പോഴും ഇവരെന്തിനാ കൂടെ? ഒരു സ്വാതന്ത്ര്യവും ഇല്ല, നമുക്കൊരു പ്രൈവസിയും കിട്ടത്തില്ല, ഇവരെന്തിനാ ഈ ഷോപ്പിങ്ങിന് വരുമ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞു വിട്ടേക്കാമെന്നും പറഞ്ഞുകൊണ്ട് തരുൺ ചെന്ന് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, എനിക്കിപ്പോൾ സെക്യൂരിറ്റി ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പം അതിലൊരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, മോളിൽ നിന്ന് ഓർഡറാ സാറേ, ഞങ്ങൾക്ക് ഇത് ഈ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അപ്പം തരുൺ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ ഓർഡറാണ്, എനിക്കിപ്പം ഒരു സെക്യൂരിറ്റിയും വേണ്ടാന്ന്. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം തരുണും ഭാര്യ രാധികയും കൂടെ പർച്ചേസിനായിട്ട് പോവുകയാണ്. അങ്ങനെ ഷോപ്പിംഗ് മാളിൽ കയറി അവർ പർച്ചേസ് ചെയ്യാണ്. രാധിക ഗർഭിണിയുമാണ്. അപ്പം ഓരോ കുഞ്ഞുടുപ്പുകളൊക്കെ എടുക്കുമ്പം തരുൺ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, എന്നെ കുഞ്ഞ് പുറത്ത് വരുമ്പം പറയാലോ, ഇത് നിനക്ക് വേണ്ടി ഞാൻ അമ്മ 2 മാസത്തെ എടുത്തതാണ്, തൻ്റെ ഈ ഉടുപ്പ് 5 മാസത്തെ എടുത്തതാണ്, ഈ ഉടുപ്പ് 8 മാസത്തെ എടുത്തതാണെന്നൊക്കെ കാണിക്കാമല്ലോ എന്ന് തരുണിൻ്റെ അടുത്ത് രാധിക പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം തരുണിന് ഭയങ്കര ചിരി വരുന്നുണ്ട്. അതിനുശേഷം തരുണും ഓരോ ടോയ്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം രാധിക പറയുന്നുണ്ട്, തരുണിന് പെൺകുഞ്ഞുങ്ങളല്ലേ ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ രാധിക. അപ്പം തരുൺ വന്ന് ചോദിക്കുന്നുണ്ട്, രാധിക മോളി ഫുഡ് കോർട്ട് ഉണ്ട്, നമുക്കവിടെ പോയി ഫുഡ് കഴിച്ചാലോ? വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് രാധിക പറയുന്നുണ്ട്. ഓ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ? ടി വിയിലൊക്കെ നമ്മൾ ഓരോന്ന് കാണുന്നില്ലേ, ഗർഭിണിയായ സ്ത്രീകൾക്ക് പച്ചമാങ്ങ കഴിക്കണം, മസാല ദോശ കഴിക്കണം, നിനക്കിതൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ടി വിയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, ഗർഭിണിയാണെന്നറിയുന്ന ഭാര്യയെ എടുത്തുയർത്തുന്നു, അതിന് ശേഷം വയറിൽ ചെവി വെച്ച് നോക്കിയിട്ട് കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ലയെന്ന് വരുൺ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അതാ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും നടക്കത്തില്ല, അത് സിനിമയിലും സീരിയലിലൊക്കെ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് രാധിക തിരിച്ച് പറയുന്നുണ്ട്. ഈ സമയത്ത് കുറേ ഗുണ്ടകൾ ധരുണിനെയും ഭാര്യയെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ധരുൺ കാണുന്നുണ്ട്. അപ്പോഴേ ധരുണിന് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ നിന്ന് ഇനി ശരിയാവത്തില്ല, രാധികയും കൂടെ ഉണ്ട്. രാധിക അടുത്ത് വന്ന് പറയുന്നുണ്ട്, നമുക്ക് പോകാം. അപ്പം രാധിക പറയുന്നുണ്ട്, സാധനങ്ങളൊന്നും എടുത്ത് തീർന്നില്ല ധരുണേട്ടാ, അതൊക്കെ പിന്നെ എടുക്കുക. അങ്ങനെ സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിച്ച് വെച്ചിട്ട് രാധികയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ ഇപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ വന്നിട്ട് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയെ തൻ്റെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പോലീസ് ഓഫീസറാണ്, ഇവളിവിടെ നിൽക്കട്ടെ, ഞാൻ ഷട്ടർ ഇടാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിർത്തിയിട്ട് ഷട്ടർ പിടിച്ചിടുന്നുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കുറേ ഗുണ്ടകൾ ധരുണിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പം അവരെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഷോപ്പിനുള്ളിൽ നിൽക്കുന്ന രാധിക ഷട്ടർ പിടിച്ച് പൊക്കുന്നുണ്ട്, എന്താണ് പുറത്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ആ ഷട്ടർ പിടിച്ച് പൊക്കുന്നുണ്ട്. പുറത്ത് നോക്കുമ്പം ധരുണും കുറേ ഗുണ്ടകളും തമ്മിൽ അടിയുണ്ടാകുന്നുണ്ട്. അങ്ങനെ ധരുണേട്ടാന്ന് വിളിച്ചുകൊണ്ട് ധരുണിൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ഭയങ്കര അടി അടക്കമാണ്. ഇതെല്ലാം രാധിക കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആകപ്പാടെ പേടിച്ച് രാധിക ബോധം കെട്ട് വീഴുന്നുണ്ട്. ഈ സമയം കൊണ്ട് ധരുണാണെങ്കിൽ എല്ലാ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ രാധികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ധരുൺ. പിന്നെ കാണിക്കുന്നത് 9 മാസം മുന്നുള്ള കഥയാണ്. അത് നമ്മുടെ വേദ വന്ന് ഡൽഹിയിലേക്ക് വന്നിറങ്ങുകയാണ്. അവിടുന്ന് ഒരു കൂട്ടുകാരി വന്ന് വേദയെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പം ഫ്ലാറ്റിൽ ചെല്ലുമ്പം കഥകളെല്ലാം വേദ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. ശ്രേയ എന്നാണ് കൂട്ടുകാരിയുടെ പേര്. എനിക്ക് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ആദ്യം കണ്ടത് ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ്. അതിനകത്ത് കയറി എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടി ഒളിക്കുക, പരമാവധി ദൂരേക്ക് പോകുക, അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് ഏതാ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രേയ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഒരു ജഡ്ജിയല്ലേ? അച്ഛൻ ജഡ്ജിയായിട്ട് കാര്യമില്ല, എൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്നത് സ്വന്തം സഹോദരനാണ്. അയാൾ ജയിക്കാൻ വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും കാണിക്കും. ഇപ്പം തന്നെ വിക്രത്തെ അയാൾ കുടുക്കി. വിക്രമല്ല തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം, പക്ഷേ അയാളുടെ ഭാഗം ജയിക്കാൻ അയാൾ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യുമെന്ന് വേദ ശ്രേയയോടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രേയ വേദ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇനി വേണ്ടുന്നത് എനിക്കൊരു ജോലിയാണ്, ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണം, ആരും കാണാതെ. അതിനുശേഷം വിക്രം പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടാവണം എന്ന് വേദ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ശ്രേയയോടത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രേയയും വേദയും കൂടെ ജോലിക്ക് വേണ്ടി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. വക്കീൽ ഓഫീസുകളിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ
കുറേ എടുത്ത് അലയുന്നുണ്ട്. എങ്ങൊന്നും ജോലി കിട്ടത്തില്ല. അവസാനം ശ്രേയ പറയുന്നുണ്ട്, ഇവിടെ ജൂനിയറായിട്ട് കയറാൻ വലിയ പാടാ വേദ, നമുക്കൊരു കോൾ സെൻറ്ററിലെങ്ങാനും കയറാവോ, അത് നോക്കിയാലോ എന്ന് വേദയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേദ സമ്മതിച്ച് വേദ ഒരു കോൾ സെൻറ്ററിൽ ജോലിക്ക് കയറുന്നുണ്ട്. ഈ സമയത്തും വിക്രത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കമലമ്മയും നമ്മുടെ മാഷും കൂടെ വരുമ്പോഴൊക്കെ വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നാളത്തെ വിളിക്കുമ്പോൾ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്നൊക്കെ മാഷ് വിക്രത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കമലമ്മയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ടെൻഷനാണ്. വേദയാണെങ്കിൽ അവിടെ ഡൽഹിയിൽ കോൾ സെൻറ്ററിൽ ജോലിക്കൊക്കെ കയറുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വിക്രത്തിൻ്റെ കേസ് എന്തായെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേത് കേസ് വിളിക്കുമ്പോൾ വിക്രത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ് വേദ. ഇത് അറിയുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ഈ കേസിനെക്കുറിച്ച് വേദ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നതാണ്. അങ്ങനെ വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോഴത്തേക്ക് വേദയുടെ മാസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ, ഒരിക്കലും ഈ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എല്ലാവരും നല്ല സങ്കടത്തിലാണ്. ശ്രീകാന്തും ദർശനും ഭയങ്കര സന്തോഷത്തിലും. അങ്ങനെ കമലമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ മാഷ് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പം കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മാഷ് ഇപ്പം കാപ്പി, ഇയാൾ ഒത്തിരി ഗുളിക കഴിക്കുന്നതല്ലേ, അപ്പോൾ ഒരു കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടുകൊണ്ട് വന്നതെന്ന് പറയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, ജനലടയ്ക്കട്ടെ എന്ന് മാഷ് പറയാണ്. വേണ്ട മാഷേ, ജനലൊക്കെ അടച്ചു കഴിയുമ്പം അങ്ങ് ഇരുട്ടിലായി പോകുന്ന പോലുണ്ട്. ഇനി എന്നാണ് മാഷേ നമ്മുടെ മോൻ പുറത്തിറങ്ങുന്നത്, മോനെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനെ കാണാൻ പറ്റുമോ, എന്നെ മരണം വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സൂചന കിട്ടുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ മാഷ് പറയാണ്, അങ്ങനൊന്നും ചിന്തിക്കാതെ നിനക്ക് നിൻ്റെ മോൻ പുറത്തിറങ്ങുന്നത് കാണണ്ടേ, അതിനു വേണ്ടി മനസ്സ് ധൈര്യമാക്കണം. വേദയും നമ്മളെല്ലാവരും കൂടെ അവനെ കാത്തിരുന്ന് അവൻ പുറത്തിറങ്ങുന്നത് നിനക്ക് കാണണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ മനസ്സ് ചിന്തിച്ചാൽ മാത്രമേ ധൈര്യം കിട്ടത്തുള്ളൂ. പിന്നെ നീ മോൻ പുറത്തിറങ്ങുന്നത് കാണാതെ പോയാൽ നിനക്ക് പരലോകത്തും ഒരു ശാന്തി കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാഷ് പറയാണ്. എൻ്റെ മോൻ പുറത്തിറങ്ങുമെന്ന് മാഷിനെ ആശ്വസിപ്പിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. ആകപ്പാടെയുള്ള ഒരു വീട് അതും പോയല്ലോ എന്ന് കമലമ്മ മാഷിനോട് പറയാണ്. അത് പോകുന്നില്ല, എനിക്ക് ഒരു വിഷമമില്ല, എൻ്റെ മോനെ പുറത്തിറക്കുക, അതിന് വേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, എത്ര വട്ടം തോറ്റാലും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ ചതുക്കുഴിപ്പെട്ട ഒരു പാവമാണ് നമ്മുടെ മോൻ, അതുകൊണ്ട് അവനെ പരമാവധി പുറത്തിറക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യുന്നു അതൊക്കെ ചെയ്യും. പിന്നെ വിശ്വത്തിന് വിനായകൻ്റെ അടുത്തും അവരവരെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞത്. നാളെ ഒരു കാലത്ത് വയസ്സാവുമ്പം നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ അവരവരുടെ കാര്യം നോക്കിക്കോളാൻ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു വിഷമമില്ല ആ വീട് പോയില്ല എന്ന് പറയാണ്. എപ്പോഴും ഞാൻ അവനെ പുറത്തിറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും കമല കടന്നു. അപ്പം മാഷ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കണം. അല്ല, ട്യൂഷൻ പിള്ളേരുടെ പേപ്പർ നോക്കാനുണ്ട്, ടെസ്റ്റ് പേപ്പർ ഇട്ട പേപ്പർ നോക്കാനുണ്ട്, ഞാൻ അതൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കമലമ്മ മാഷിൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മാഷേ, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ചിത കത്തിക്കേണ്ടത് വിക്രമാണ്, വിക്രത്തെ കൊണ്ട് മാത്രമേ ചിത കത്തിക്കാവൂ. എത്ര ദിവസം അതിനു വേണ്ടി ഇസുകട്ടകൾക്കിടയിൽ ഇരിക്കാനും ഞാൻ തയ്യാറാണെന്ന് ഭയങ്കര സങ്കടത്തോടെ കമലമ്മ പറയാണ്. പിന്നെ ഞാൻ മരിച്ചുപോയ മാഷ് ഒറ്റയ്ക്ക് താമസിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കല്ലേ, വിശ്വത്തിൻ്റെ കൂടെ പോകണം, ശ്രീജ ഒരു വാക്ക് പോലും കറുത്ത് പറയത്തില്ല, അവിടെ പോയി താമസിക്കണം. പിന്നെ എൻ്റെ മോൻ വന്നിട്ട് എൻ്റെ ചിത അടക്കാവൂ. പിന്നെ ചിതാഭസ്മം എടുത്ത് സൂക്ഷിച്ചു വെക്കണം, വേദയും വിക്രമവുമായിട്ട് വേണം മാഷ് അത് കൊണ്ടുപോയി ഒഴുക്കിക്കളയാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷിന് ഭയങ്കര സങ്കടം വരുന്നു. മാഷാണെങ്കിൽ കമലയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അങ്ങനൊന്നും പറയാതെ, ഇനി ഇതെനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കമലമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയാണ്. വിക്രത്തിന് ജീവപര്യന്തം കിട്ടിയത് കമലമ്മയ്ക്ക് താങ്ങാൻ അപ്പുറമായിരുന്നു. ഈ സമയത്ത് വേദയും ശ്രേയയും കൂടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരിടത്ത് വന്നിങ്ങനെ ഒരു പാർക്കിൽ വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചപ്പുറത്തോട്ട് കുറേ പിള്ളേർ റീൽസ് എടുക്കുന്നുണ്ട്. അപ്പം വേദ കാണുന്നുണ്ട് അവിടെ റീൽസ് എടുക്കുന്നത്. അപ്പോൾ ശ്രേയ എടുത്ത് പറയുന്നുണ്ട്, അതേതോ മലയാളി യൂട്യൂബേഴ്സാണെന്ന് തോന്നുന്നു റീൽസ് എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവർ സ്നാക്സ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് എണീച്ചങ്ങ് പോവുകയാണ്. എന്നെ കാണിക്കുന്ന ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. ആ സമയത്ത് ഫോൺ വന്ന് എടുക്കുമ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട്, എന്താ ദർശൻ? അത് ഞാൻ ഇന്ന് രാവിലെ ഒരു റീൽസ് ഉണ്ട്, അപ്പം അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റീൽസാണ്. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒരാളെ കണ്ടത്, നമ്മുടെ ശത്രു, എൻ്റെ അച്ഛനെ കൊന്ന ആൾ അതിൻ്റെ പുറയിൽ തന്നെ ഇരിപ്പുണ്ട്, ഒന്ന് നോക്കിക്കോ എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ദർശൻ. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ശ്രീകാന്ത് നോക്കുമ്പോൾ ആ റീൽസ് എടുത്തതിൻ്റെ പുറയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേദ എണീച്ച് പോകുന്ന കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേദയെ കണ്ടെത്താൻ കഴിഞ്ഞ് എത്ര നാളുകൊണ്ട് അവരുടെ കഷ്ടപ്പാടാണ് വേദയെ കണ്ടെത്തണം എന്നുള്ളത്. അങ്ങനെ വേദയെ കണ്ടെത്തുകയാണ്. ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. അതിനുശേഷം കാണിക്കുന്നത് അങ്ങ് ഡൽഹിയിൽ വേദയും ശ്രേയയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്.